ഹായ് ഹലോ ഞാനില്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ മഴക്കാലത്ത് കോഴികൾക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കാൻ പാടില്ലാത്തത് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കോഴികൾക്ക് എന്തൊക്കെയാണ് നല്ലത് എന്നാണ് കേട്ടോ പറയുന്നത്. കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് മുട്ട വർദ്ധിക്കാനും എല്ലാത്തിനും ആരോഗ്യത്തിനും നല്ലതായ ഫുഡുകളെ പറ്റിയാട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോക്കുക. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഈ ചോളം. ഈ കോഴികളുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ട് ഈ ചോളം സഹായിക്കും. പിന്നെ ഈ ഒരു തണുപ്പ് കാലാവസ്ഥയിൽ ചോളം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ രണ്ടാമത് ഈ ശരീരബലം കൂട്ടാനും പിന്നെ ദഹനത്തിനും നല്ലതായിട്ടുള്ള ഒരു സംഭവമാട്ടോ ഈ ഒരു ഗോതമ്പ്. അത് കോഴികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഗോതമ്പ് പൊടിച്ചിട്ടും പൊടിക്കാത്ത ഏതായാലും കുഴപ്പമില്ല, കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ചെറിയ കോഴികൾക്കെല്ലാം ആണെങ്കിൽ ഗോതമ്പ് പൊടിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ലത്. പിന്നെ മൂന്നാമത് ഈ പച്ചയിലകളില്ലേ, അത് കൊടുക്കുന്നത് നല്ലതാണ്. പച്ചയിലകൾ കൊടുക്കുമ്പോൾ നനവുള്ളത് കൂടുതലായിട്ട് കൊടുക്കരുത്, നല്ല ഡ്രൈ ആയിട്ടുള്ള ഇലകൾ കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഈ മത്തനില, പിന്നെ മുരിങ്ങയില, അല്ലെങ്കിൽ ഈ മധുരക്കിഴങ്ങിൻ്റെ ഇല, പപ്പായൻ്റെ ഇല, അതിലും കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എല്ലാം കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുന്നത് കോഴികൾക്ക് നല്ലതാണ്. ഇതിലും കൊടുക്കുമ്പോൾ നമ്മളെ കോഴികൾക്ക് വിറ്റാമിനുകൾ നന്നായിട്ട് ലഭിക്കും കേട്ടോ ഈ ഒരു ഇലകളിലൂടെ. പിന്നെ നാലാമത് പ്രോട്ടീനുകൾ അടങ്ങിയ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഈ പയർ വർഗ്ഗങ്ങൾ, മത്സ്യപ്പൊടിയില്ലേ, ഈ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫീഡ്, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു സംഭവം കൊടുക്കുമ്പോൾ നമ്മളെ കോഴികളെ മുട്ട ഉൽപ്പാദനം വർദ്ധിക്കാനും ഭയങ്കര സാധ്യത കൂടുതലാട്ടോ. പിന്നെ അഞ്ചാമത് ഈ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടില്ലേ, അത് വെളുത്തുള്ളി, അല്ലെങ്കിൽ ചെറിയ ഉള്ളി അതിൽ ചതച്ചിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുക. അത് നല്ലതാണ് കേട്ടോ. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശുദ്ധമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഡെയിലി കോഴികൾക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം അയക്കിനാൽ ആ ഒരു വെള്ളം, പാത്രത്തിലുള്ള വെള്ളം മറിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം പാത്രം കഴുകിയിട്ട് നല്ല വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം മെയിനാണ് കേട്ടോ. വെള്ളം ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാട്ടോ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.